അപ്പൊ നിനക്ക് എന്നെ ഓർമ്മയുണ്ടല്ലടി? ഇവൻ ശ്രാവല്ല, തിമിങ്ങലം. जैसे चुप चुप के में होता है അയാള് പഞ്ചറാകാതിരുന്നാ മതി. अब दूसरी डेट कौन आ गई होगी उसके दोस्त की എന്റെ പുറകെ വന്ന ആംബുലൻസും പോലീസും ഇപ്പൊ ഇങ്ങോട്ടാ. എന്താ കാര്യം? ഇവൻ यार आगे से दूसरा मरा हुआ है. ഇവനെ കൊന്നിട്ട് കാശുമായിട്ട് കടന്നു കളഞ്ഞെന്നാ പറയുന്നത്. കഷ്ടം തന്നെ. ये बड़ा फंसने वाला हो. പോരാത്ത കാശും കൂടിയിട്ട് ഞാൻ ഒരു ബെൻസ് കാർ വാങ്ങും. कैसा लग रहा है उसमें यानी कि पानी डालो. ये नकली पुलिस इंस्पेक्टर बना हुआ है. भयंकर. ഞാൻ കമ്മീഷൻ കുട്ടമ്പിള്ള. മിനിയാന്ന് അർദ്ധരാത്രി ഗിരിനഗർ ഇൻവെസ്റ്റേഴ്സ് ബാങ്ക് എവിടെയാണ് കാശ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? എനിക്കൊരു കാശിനെ കുറിച്ച് അറിയില്ല. കമ്മീഷണറോട് കള്ളം कैसे कर बात. നീ നിന്റെ കൂട്ടുകാരെ കൊന്നത്. പണം ഒളിപ്പിച്ചു വെച്ചതിന് ശേഷം നീ ഒരാട്ടോ അപ്പോ ലക്ഷ്മണൻ നീ അവനെ കൊന്നു. അവന്റെ ഡെഡ് 50%, ബാക്കി 50% നിനക്ക്. അതായത് നിനക്ക് 5 കോടി, ബാക്കി 5 കോടി എനിക്ക്. പോലീസ് 2. കമ്മീഷൻ ഇത്രയും കഷ്ടപ്പെട്ടതല്ലേ? 25 ലക്ഷം, 25 लाख में आ गया. 5 लाख 1 लाख. ചെയർമാൻ ബാബു ജോൺ. अब बता रहे इसका ഞാൻ ഫ്ലാഷ് ബാക്ക് നിനക്ക് കടപ്പുറത്ത് വെച്ച് പറയാറുന്നില്ലേ? നിന്നെ ചോദ്യം ചെയ്യാൻ കമ്മീഷണർ സിനിമയുടെ CD ഞാൻ 5 പ്രാവശ്യം ഇട്ട് കണ്ടതാ. ഈ ഡ്രസ് खर्च करके ड्रेस लाई. എല്ലാം പാഴായി പോയല്ലോ ദൈവമേ. ഞാൻ കമ്മീഷണർ കുട്ടമ്പിള്ളയൊന്നും അല്ല. വിവരം കേട്ട ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന കാശ് പോലും അവര് കൊണ്ടുപോയി. ഭയങ്കര ചൈത്തായി പോയി. പണ്ടേ പട്ടിണി. ഞാനിഞ്ഞ എവിടെ പോവാനാ? പുറത്തിറങ്ങിയ പോലീസല്ലേ. അതിന് ഞാൻ ഇവിടെ തന്നെ നിക്കാൻ പോവാ. ഇവിടെയോ? ഇവിടെ നിൽക്കാൻ ഞാനായിരുന്നു. എന്റെ ഒക്കെ പുറകിൽ ഇയാളും ഉണ്ടെന്ന്. എന്നാ നിന്നെ ഞാൻ ബാങ്കിന്റെ ഉടമസ്ഥനെ കിട്ടും. അവര് നിന്നെ തട്ടും. എന്നെ इसको फंसा देगा वो. എങ്ങനെ ഇതിലിവിടുന്ന് പുറത്തു കളയും? സമയം വരുമ്പോ ഞാൻ തന്നെ പൊക്കോളാം. ആ സമയം എപ്പോ വരും? ഇനി എനിക്ക് ആരുമില്ല. എന്നെ സ്വന്തം അനിയനെ പോലെ കണ്ട് ഒന്ന് സഹായിച്ചൂടെ? സഹായിക്കണം. കൊടുത്തിക്കില്ലേ? നിൽക്കണം. ശരി, ഞാൻ വിശ്വസിക്കുന്നു. अब 7 दिन के लिए तैयार हो गए. കുറച്ച് കഴിഞ്ഞ് കടലിൽ കിടന്ന കോണാനടുത്ത് കഴുത്തി ചുറ്റിയല്ലോ ദൈവമേ. क्या करेंगे ये? अपने घर लागे शायद से. എന്തായി वही तो है. വാസന നാരങ്ങ സോഡ. इन्फॉर्मेशन लाने के लिए कहा था ना उसने से. अच्छा ये तो अपने काम पे आ रहा था. ചായ വട 10 രൂപ. ഇതുവരെ ഇല്ലാത്ത മുടിഞ്ഞ പൊരിഞ്ഞ വെയില്. ഒരു കുട വാങ്ങി 145 രൂപ. വെയില് പറയുമ്പോ ഞാൻ किस चीज का हिसाब किताब कर रहे हैं? अच्छा जो खाना लाया अभी. अच्छा हाँ सब बता रहा जो खर्चा किया. എല്ലാം കൂടി നിനക്ക് വേണ്ടി ഞാൻ ചെലവാക്കിയ കാശ് 606 രൂപ. കണക്കപ്പൊ എഴുതില്ലെങ്കിലേ മറക്കും. എന്റെ തന്നേക്കണം. അല്ല പോയ കാര്യം എന്തായി? പോയ കാര്യം നീ മുട്ടുമാൻ സാധനം എടുത്ത് നോക്കിയിട്ട് ഇതിൽ ബാംഗ്ലൂർ മെയിലിന് തലവയ്ക്കായിരുന്നു. എന്റെ ഇത്രയും നാളത്തെ അനുഭവം കൊണ്ട് പറയാണ്. മോനെ നീ വേഗം നാട് വിടുന്ന ഉഗ്രോഗ്രൻ ഉറപ്പാണോ? നമുക്കിത് വേണോ മോനെ? വിട്ടുകളാ. നഷ്ടപ്പെടാൻ എനിക്കൊന്നുമില്ല.
ആ ഒരു ഭാര്യ ഒരു കുട്ടി കാർമ സ്കൂളിൽ 2ാം ക്ലാസ്സിൽ പഠിക്കുന്നു. പെങ്ങളുണ്ട് ആരാണ്ടോട് ഒളിച്ചോടി പോയി. ലക്ഷ്മണന്റെ അമ്മ सब पता लगा के आए तो हैं. അവിടെ ആൾക്കാരുടെ സംശയം നിന്നെ തന്നെയാ. अकेले अकेले खा रहे थे वो. कैसा है वो? അമ്മക്കറിയില്ല ഞാൻ കള്ളനാണെന്ന്. അറിഞ്ഞാൽ ആ പാവം ചങ്ക് പൊട്ടിച്ചാവും. तो उसकी माँ को पता चल गया. ഒരു ദിവസം നാളെ വാസുണ്ണൻ ബാബുജോന്റെ ഓഫീസ് വരെ ഒന്ന് പോണ്ടി വരും. എന്തിന്? वो सिविल ऑफिस से आएगा. What's next? സർ ബഡ്ജറ്റ് പ്ലാൻ ഈസ് Excuse me. Sir, Yes? sir, you've got a ആരാ ഇത്? ഞാൻ ആരാണെന്ന് അറിഞ്ഞാലും നീ സംസാരിക്കലോടാ പന്നി. എന്നാ കേട്ടോ, നിന്റെ ഗിരിനഗർ ബാങ്കിൽ അതിന് തറക്കല്ലിടാൻ ഞാൻ പറയുന്ന സ്ഥലത്ത് നീ ഇപ്പൊ വരണം. എന്റെ സമയത്തിന്റെ വില നിനക്കറിയില്ല. മിനിറ്റിന് ലക്ഷം ആണെന്ന് കൂട്ടിക്കോ. എന്നാ എടാ കോപ്പിലെ കശാപ്പുകാരാ, ഞാനും നിമിഷങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന് വില നൽകിക്കൊണ്ടിരിക്കുക. എവിടെ നീ വരേണ്ടതെന്ന്? ओ अच्छा उसकी बेटी की वो भेजी ना फोटो. किडनैप तो निकल गया उसकी ഹലോ बेटी. പ്ലീസ്, അത്യാവശ്യമായിട്ട് 2Cയിലെ രേഷ്മ ബി ജോണിൽ നിന്ന് കിട്ടണം. लंच ब्रेक हो रहा है. സുരേഷ് ഗോപി ആണെന്ന് തോന്നുന്നു. टावर स्कूल भाग गया है. वही तो उसकी बेटी. എവിടുന്ന ഈ ചോക്ലേറ്റ്? ओ किसी ने दी उसे चॉकलेट. उसने दी हुई शायद. ആസിപ്പിക്കും. अपनी बेटी की चिंता कैसे ഇനി सताने നാളെ से. മുതൽ ഗോപാലൻ, കൊച്ചുകുട്ടിയെ കരുവാക്കിക്കൊണ്ട് പ്രതികാരം ചെയ്യാൻ നിന്റെ അത്രയും ചെറ്റയല്ലടാ ഗോപാലൻ. പക്ഷേ ഈ കാർ പിടിച്ച് പറിക്കാനേ കഴിയൂ. അതാ നിന്റെ മാക്സിമം. ഓ, അങ്ങനെ സമാധാനിച്ചോ? സമാധാനമായിട്ടിരുന്ന് ചായ കുടിച്ചോ? അത്ര അടുത്താ ഞാൻ. ഇപ്പൊ നീ കണ്ടത് ഒരു ട്രെയിലറാ. ഇനി പടം. अबे वो प्रैक्टिस करने लगी. ये क्या कर रहा है? चोरी कर रहा है वो. क्या कुछ तैयार बना कर रहे हैं? अच्छा चोरी करने जा रहे हैं वे. उस दिन ऐसे ही जाते ही है, अगर वेश बदल के तो इस तरह से फंसते नहीं. अबे अलग अलग गेटअप. ഓക്കെ. चोरी करेंगे शायद ये. पता नहीं चोरी कर रही पीछे. सिक्का फेंकेगा. अब दूसरा सिक्का फेंकेगा. मैं चला गया. ओ घुस गए. समय तक अच्छा कोई है वहाँ अंदर. अबे सख्त हो गया से कोई है अबे ढूंढ रहा है. अरे वही काम करने वाला होगा ना. ഒന്നിലും പിടിക്കല്ലേ. അപ്പൊ ബോത്ത് കഴിക്കാൻ പൊട്ടിയാലോ? പ്ലീസ് ഇത് കൊളമാക്കല്ലേ. വാ വാ. ठीक है. अच्छा वो रही लाइटें बंद. अबे बाहर से लॉक हो गया. उन्होंने तो बाहर से बंद कर दिया. प्लानिंग तो होगी इनके कुछ. नहीं बाहर से तो करेंगे बंद वो, पर इनका प्लान क्या होगा बाहर निकलने का?
सारे गैजेट ला रहे हैं बैंग। अब देख रहे कैमरे हैं। ओ इस तरह को बंद कर दिया मैंने। पैसे चुराएंगे। എന്താ ഒന്നും കാണാൻ പറ്റുന്നില്ലെന്ന്. അതൊക്കെ എടുത്ത് മാറ്റിക്കൂടെ? അയ്യോ അബദ്ധത്തിന് കണക്ക് നമ്മുടെ മുഖം ക്യാമറയെ പെട്ട് പോയില്ലേ? അപ്പൊ ഞാൻ अच्छा बॉम्ब लगा रहे हैं। नहीं जैमर लगाया उन्होंने ना। कर दिया अनलॉक। യെസ് കട്ടർ. अब कर रहे हैं प्रोफेशनल तरीके से काम। ओ काट दिया उसे। काट दिया। ബാഗ് 4 ഒരു കണ്ണു വേണം. ഇവിടെ തന്നെ ഉണ്ടാവണം. ഇവിടെ തന്നെ अंदर कितना बड़ा है ना, वहाँ से क्या लग रहा है छोटा सा हो गया। अबे चाबी तो लगी नहीं रही। सुबह में जैसे करते करते सिर्फ लॉक ही तोड़ दिया। उसी के लॉकर से करेंगे ना वो 700 रुपए। सारे रुपये निकाल। सारे नहीं निकालेंगे वो, सिर्फ उसी के लॉकर से निकालेंगे सारे। अबे अरे सुबह कर हो क्या गया। रहे हैं ये फटाफट निकल क्यों नहीं रहे वहां से? तो फिर से फंस गया। है? वो क्या होगा? वो सो रखा है। अबे कैमरे पे तो दिख क्या गई है। വാസുണ്ണ വാസുണ്ണ आराम से खाना कहाँ से आया वो अंदर? उसने उसने शराब पी। अबे वो आराम से खाना खा रहा था। അടിച്ച പണം കിട്ടിയ കോടികൾ കിട്ടി കാണും വീതിക്ക് उसने देखा लगी ना स्टीयरिंग यार को। सब पार्टी नहीं होगा। അതാരല്ലേ തന്റെ എന്റെ സോറി കള്ളും കുടിച്ച് വെളിവില്ലാണ്ട് മനുഷ്യന് अभी नहीं अभी गया। कहाँ निकले हो? अबे എന്താ ഒരു വല്ലായ്മ? കുടിച്ചതിന് കുറ്റവും തോന്നണ്ടല്ലേ? क्या हो ഈ गया? സമയത്ത് ഞാൻ കടപ്പുറത്ത് ഇരിക്കേണ്ടവനാ. എന്തിന്? പ്രഭാ इसका पेट खराब हो गया क्या? हाँ मुझे ऐसा लग रहा है। നനക്കിരിക്കണ പോലെ. ഇപ്പൊ എനിക്കൊന്നും അകത്തോട്ട് ഇറങ്ങില്ല, അകത്തുള്ളത് പോകാതെ. എന്തൊരു പരീക്ഷണം ഇത്. പോട്ടേട്ടാ പോട്ടേട്ടാ. अब क्या करेंगे? अच्छा अच्छा हाँ निकलेंगे तभी तो वो जब खुलेगा वहां से। मुझे लगा कि बस कोई और प्लान वहां से निकलने का बाद। ഷട്ടർ തുറന്നു തോന്നണോ? ഇല്ല ഞാൻ തുറന്നിട്ടില്ല. ഏയ് ബാങ്ക് എന്താ പൊട്ടി തെറിക്കുന്നേ? पटाखे फोड़ जैसे। ओ अब भाग गए। ബാത്റൂം ഉണ്ട്. बाथरूम जाने की सोच रहा है। ओ हो गया। उस थैले में क्या था? वही कपड़े वगैरह शायद उनके चोट लगे थे। अच्छा ഹലോ पता चल गया। इसका लॉकर खाली कर दिया। ശാഖയാണ് ഇന്നലെ രാത്രി കൊള്ള ചെയ്യപ്പെട്ടത്. ഈ കാലഘട്ടത്തിൽ തന്നെ വളരെ കൗശലകരവും അതീവ ജാഗ്രതയോടുകൂടി ചെയ്യുന്ന ആദ്യ ബാങ്ക്. वही आ रहा है। ऐसे ही सामने जा रहा। ओहो സോറി अच्छा ഇറ്റ്സ് ഓക്കെ. चुराएगा उसने। उसका फोन चुरा दिया शायद। നോൺസെൻസ്. കണക്കിൽ 15 ലക്ഷം എന്നിട്ട് 40 ലക്ഷം എന്ന് പറഞ്ഞാൽ ബാക്കി 25 ലക്ഷത്തിന്റെ കണക്ക് തന്റെ അപ്പനുണ്ടാക്കോ? 15 लाख चुराया उन्होंने क्या सिर्फ? അകത്തോട്ട് കയറിയതും പുറത്തോട്ട് ഇറങ്ങിയത് എങ്ങനെയാണെന്ന് അറിയില്ല. രണ്ടുപേരെ ക്യാമറയിലുള്ളൂ. പിന്നെ ടോർച്ച് ലൈറ്റ് ഉപയോഗിച്ച് വിഷ്വൽ ബ്ലേഡ് ആക്കി. पुलिस आ गई है। अच्छा ये पुलिस इंस्पेक्टर। യെസ്. സാറേ കമ്മീഷണർ വരുന്നുണ്ട്, പുതിയ ആളാ. ബുൾഷിറ്റ്.
ഈ കേസിൽ ആരെങ്കിലും സംശയമുണ്ടോ? നോ നിങ്ങളുടെ കൂടെയുള്ള ആളുകൾ തന്നെയാണ് ചെയ്തതെന്ന് ഞാൻ സംശയിച്ചാൽ? नो वे सर എന്റെ अच्छा उसका नाम सामने नहीं ला रहा है गोपालन का എനിക്ക് മിസ്റ്റർ ബാബു ജോണിന്റെ മുഴുവൻ കോപ്പറേഷനും ഈ കേസിൽ വേണം. എന്റെ അറിവ് ശരിയാണെങ്കിൽ നിങ്ങളുടെ ബാങ്കിൽ നടക്കുന്ന രണ്ടാമത്തെ റോബറി. എന്താണ് അടുത്ത കാലത്തായി നിങ്ങളുടെ ബാങ്ക് മാത്രം ടാർഗറ്റ് ആവുന്നത്? സർ പ്ലീസ് എനിക്കറിയില്ല, എനിക്ക് പരാതിയില്ല എന്ന് ഞാൻ പറയൂ. കണ്ടിന്യൂസ് ആയി എൻ്റെ ബാങ്കുകളിൽ റോബറി ആണെന്ന് ന്യൂസ് ഫ്ലാഷ് ചെയ്താൽ അതെൻ്റെ ഫേമിൻ്റെ റെപ്യൂട്ടേഷനെ ബാധിക്കും. ഇന്നത്തെ ഇൻസിഡന്റ് കൂടെ ആയപ്പോൾ ഇൻഷുറൻസ് ഏജൻസി ഞങ്ങളുമായുള്ള ഫർദർ ഡീലിംഗ്സ് വിഡ്രോ ചെയ്യാൻ നിൽക്കുകയാണ്. കഴിഞ്ഞത് കഴിഞ്ഞു. ബട്ട് വി ഹാവ് ടു ഡു അവർ ഡ്യൂട്ടി. നിങ്ങൾ കോപ്പറേറ്റ് ചെയ്യേണ്ടി വരും. टोन करेंगे मारना अच्छा ये रखा था उसने ഇനി നിനക്ക് ഉറക്കമില്ലാത്ത നാളുകളാ. ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ओ बैं अब डॉगी फॉलो करने लग गया. वहीं पर जाएगा वो. जाओ कपड़े शोध लो. ये भी घूम रहा है. कहीं ये ना फंस जाए फिर से. पहले भी उन्हीं की वजह से फंसा था. देखो अब ये उठा लेगा उस बैग को शायद. अच्छा എന്താണാവോ ഇതില്? എന്താടാ वहीं से पकड़ लेंगे. മാമനി फिर से फंस गया. എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ മിനിമം ഒരു 50 ലക്ഷം രൂപയെങ്കിലും പ്രതീക്ഷിച്ചു. ഇത് 15 ലക്ഷം ബാങ്കുകളും ജുവലറിയും കൊള്ളയടിക്കാനുള്ളതാ. अब ड्रामा कर रहा है. എന്തിനിപ്പോ ഇത് വീണ്ടും പറയണേ? നിന്റെ പ്രതികാരത്തിന്റെ വീര്യം കുറയാതിരിക്കാൻ. പ്രതികാരം എങ്ങനെ മൂക്കട്ടെ മൂക്കട്ടെ മൂക്കട്ടെ. പോലീസ് പിടിക്കാതിരുന്ന അംബാനി പിടിച്ചാവും പണി. अब गेट വലത് കൈ കൊടുക്കുന്നത് സദനത്തിലെ മക്കളും കൂടപ്പിറപ്പുകളും ഉപേക്ഷിച്ചു പോയ ഒരുപാട് പേരുണ്ട്. അവരുടെ ഒരു നേരത്തെ ഭക്ഷണത്തിനും മരുന്നിനും अच्छा फादर को दे रहे रुपए क्या? അല്ല, പേര് പറഞ്ഞില്ല. പേരിലേക്ക് എന്തിരിക്കുന്നു ഫാദർ? क्या होगा इसके साथ? ये तो अपने बॉयफ्रेंड के साथ जाना चाह रही थी. उसने धोखा तो नहीं दिया. हो सकता है. इसे पता है. इसे पता लगे फॉलो कर रहा है इसे. पकड़ लिया. അപ്പൊ നിനക്ക് എന്നെ ഓർമ്മയുണ്ടല്ലടി? എന്ത്? എനിക്കറിയില്ല, എനിക്കൊന്നും അറിയില്ലായിരുന്നു. നിങ്ങളുടെ കൂട്ടുകാരനെ മാത്രമല്ല, അയാൾ ഒരുപാട് പേരെ കൊന്നിട്ടുണ്ട്. अच्छा उसने मारा था इसके मम्मी पापा को. മാളിയേക്കൽ ജോൺ സാമുവലിനും ഭാര്യ മേഴ്സിക്കും ഒരിക്കലും കുട്ടികൾ ഉണ്ടാവില്ല. अडॉप्ट किया था उन्होंने. സംഭവിക്കാന്നൊക്കെ പറയില്ലേ? ഒരിക്കലും കുഞ്ഞുങ്ങൾ ജനിക്കില്ല എന്ന് കരുതിയിരുന്ന പപ്പയുടെയും മമ്മയുടെയും ജീവിതത്തെ വളർത്തി സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിറഞ്ഞു നിന്ന ഞങ്ങളുടെ വീട്ടില് ഒരാളുടെ ഭാവം മാറ്റി ഞങ്ങളാരും സ്വപ്നത്തെ പോലും കരുതിയില്ല. ഈ അടുത്ത ഞാൻ അറിഞ്ഞത് എന്റെ പപ്പയും മമ്മയും മരിച്ചത്. ഞാൻ പലപ്പോഴും അയാൾ പറയുന്ന പേപ്പറുകളിലൊക്കെ ഒപ്പിട്ട് കൊടുത്തത് എന്റെ പേരിലുള്ള സ്വത്തുക്കളായിരുന്നെന്ന്. मुझे लग रहा है उसने इसे भी मरवाया वो शायद. अबे देखो वो इसके दोस्त को मार सकता है तो इसे नहीं मार सकता नहीं. अबे इसको मार दिया सर. इसको भी उसने मारा. എന്റെ സൂരജിനെ അയാള് ആത്മഹത്യ ചെയ്യാനുള്ള പേടിയുണ്ടാ. ഈ പാവങ്ങളെ സഹായിച്ച് ആരുടെയും കണ്ണിൽ പെടാതെ
ശിക്ഷ അനുഭവിക്കുന്ന മുഴുവൻ താനും. തനിക്ക് അവകാശപ്പെട്ട തന്റെ പപ്പയുടെയും അമ്മയുടെ സ്വത്തുക്കൾ അയാൾക്ക് വിട്ടുകൊടുത്തിട്ട് വിധിയാണ്. താൻ പ്രതികരിക്കണം, ബുദ്ധി ഉപയോഗിച്ചെല്ലാം തിരിച്ചു പിടിക്കണം. ശരിക്കും പറഞ്ഞ നമ്മൾ രണ്ടുപേരും എന്റെ കൂടെ. ये भी शामिल हो जाएगी इसके साथ. എല്ലാ അർത്ഥത്തിലും നിനക്കേ ആ പേര് ചേരൂ കേട്ടോടാ ദത്തുപുത്ര. നീ നിന്റെ ബാങ്കിൽ നിന്ന് सरेंडर करने के लिए हैं. ഫോണിലൂടെ പുലമ്പാ നീ ആണാണെങ്കിൽ വാ, व्यस्त करेगा. എന്റെ മുന്നിൽ വാ, ഞാൻ വെല്ലുവിളിക്കുന്നു. ഫേസ് ടു ഫേസ്. ധൈര്യം ഉണ്ടെങ്കിൽ വാടാ പന്നം. വെച്ചു കൊടുക്കണ്ടേ? അയാൾ എന്തും ചെയ്യും. ഇപ്പൊ ഞാൻ स्विमिंग पूल में आराम से मजे. उसके पैर खींच लिया अंदर. अबे उसके कपड़े खींच लिया. सही है. പറഞ്ഞ എന്നെ നേരിട്ട് കാണണമെന്ന്. ഫേസ് ടു ഫേസ്. വാ കേറുവാ, നമുക്ക് ഇരുന്ന് സംസാരിക്കാം. വഴിയിൽ വെച്ച് ചെയ്യിപ്പിക്കരുത്. ദാ മറ്റന്നാൾ ഇറങ്ങാനുള്ള പത്രം. ഇത് തനിക്കുള്ള കോപ്പിയാ. ഇൻവെസ്റ്റേഴ്സ് ബാങ്കിനെ കള്ള. യെസ്, നാളെ ഉച്ചയ്ക്ക് 3 മണി കഴിഞ്ഞ് 1 കോടി രൂപ. 1 करोड़ पे मांग रहे हैं. അത് തരാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇപ്പൊ പറയണം. എന്നാലേ എനിക്ക് ഈ വാർത്ത എല്ലാ പത്രങ്ങളിലും കൊടുക്കാൻ പറ്റൂ. കൊണ്ട് അളക്കും. താൻ ബുദ്ധിമാനാ, അതുകൊണ്ട് അതിബുദ്ധി കാണിക്കണമെന്ന് വിശ്വസിക്കുന്നു. നാളെ 4 മണി. ആൾ ദ ബെസ്റ്റ്.